സംസ്ഥാനം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഇക്കാലമത്രയും UDF, LDF മുന്നണികൾ ഏറ്റുമുട്ടിയിടത്തേക്ക് ഇപ്പോൾ NDA കൂടി വരുന്നതോടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ വോട്ടിംഗ് മേഖലയിൽ വൻ പകുത്തുമാറ്റൽ സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇപ്പോൾ എല്ലാ ദേശീയ രാഷ്ട്രീയ കണ്ണുകളും കേരളത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും BJPയുടെ. കാരണം BJPക്ക് ഒരു തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിലം തൊടാൻ അവസരം കിട്ടിയിരുന്നില്ല. വർഗീയ ചീട്ടിറക്കി കളം പിടിക്കാൻ തുനിഞ്ഞപ്പോഴൊക്കെ തന്നെ കേരള ജനത BJPയെ തൂത്തുവാരി നിലത്തടിക്കുന്ന കാഴ്ച കണ്ടതാണ് പലപ്പോഴും. എന്നാൽ അധപ്പതനം എന്നേ പറയേണ്ടൂ. CPMന്റെ പരോക്ഷ തലോടൽ ഏറ്റ് BJP കേരളത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചത് സത്യത്തിൽ കേരളത്തിൽ സംഭവിക്കുന്ന അപജയത്തിൻ്റെ തുടക്കമാവുകയായിരുന്നു. ഒരു കാരണവശാലും BJP ജയിച്ചു വരാൻ സാഹചര്യമില്ലാത്ത ആ മണ്ഡലത്തിലാണ് BJP സുരേഷ് ഗോപിയെ നിർത്തി ന്യൂനപക്ഷ കാർഡിറക്കി ജയിച്ചു കയറിയത്. അത് CPMന്റെ ഒത്താശയോടെയാണ് എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം. കുറച്ചു കാലമായി BJP ഹിന്ദുത്വ അജണ്ട എന്ന നയം കേരളത്തിൽ ഉയർത്തിവിട്ട് കാത്തിരിക്കുകയായിരുന്നു. കേരളത്തിൽ അതിൻ്റെ വിത്തുകൾ പാകാൻ കച്ചകെട്ടി എഴുന്നള്ളിച്ച ഗവർണർമാരെ ഇറക്കി തങ്ങളുടെ വഴികൾ വിശാലമാക്കാൻ പ്രവർത്തനം നടത്തി വരികയായിരുന്നു BJP. ഹിന്ദു ഐക്യവും വികസനവും പറഞ്ഞ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കേരളത്തിലെത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗം കൃത്യമായ അജണ്ട വ്യക്തമാക്കി. കേരളത്തിൽ ആശയ സംവാദങ്ങളിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാവണം വർഗീയ ധ്രുവീകരണം നടത്താൻ മുന്നിട്ടിറങ്ങിയത്. BJPയുടെ എക്കാലത്തെയും കടന്നുകയറ്റത്തിൻ്റെ തുടക്കമാണ് കലാകാരന്മാരെയും എഴുത്തുകാരെയും നവോത്ഥാന നായകരായ പൂർവികരായ മഹാരഥന്മാരെയും തങ്ങളുടെ ചേരിയിലേക്ക് തട്ടിപ്പറിച്ച് തങ്ങളുടേത് ആക്കുക എന്ന നയം. നരേന്ദ്രമോദി ശ്രീ പത്മനാഭനെ നമസ്കരിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസംഗത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരെടുത്തു പറഞ്ഞ മോദി യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ഗുരുദേവനെ പക്ഷം ചേർക്കുക എന്നതാണ് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു പട്ട് ചാർത്തി ഹിന്ദു സന്യാസിയാക്കാൻ ശ്രമം BJP നടത്തുന്നുണ്ട്. മറ്റൊരു രീതിയിലും കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂപടത്തിൽ മോദിസം വിലപ്പോകില്ല എന്നറിയാവുന്ന മോദി ഇത്തരം നീക്കത്തിലൂടെ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് വേണം കരുതാൻ. കേരളത്തിൻ്റെ ചരിത്രത്തെ തിരുത്തിയെഴുതുകയും അതിൻ്റെ ബഹുസ്വരതയെ മായ്ച്ചു കളയുകയും മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചതുർവർണ്ണ സമ്പ്രദായത്തെ പുനരാനയിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക അധിനിവേശമാണെന്നും BJP പഠിപ്പിക്കുന്ന കാലമാണിത്. RSSൻ്റെ ഗൂഢലക്ഷ്യം മാത്രമല്ല ഈ സന്ദർഭത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നത്, മറിച്ച് കേരളം ഇതിനെയെല്ലാം അതിജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന ചിലരുടെ മൗനവും ഇതിനെ സഹായിക്കുന്നു. ഒരു കാലത്ത് കേരളത്തെ വ്യത്യസ്തമാക്കിയിരുന്ന മൂല്യങ്ങളെ അഴിച്ചു കളയുകയും പൊതു ഇടങ്ങളെ പുനർനിർമ്മിക്കുകയും അവയിലേക്ക് ആഴത്തിൽ നുഴഞ്ഞു കയറുകയും ചെയ്യുന്നതാണ് BJP ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ ശക്തികൾക്ക് എളുപ്പത്തിൽ ഉള്ളിൽ കടക്കാനാവാത്ത വിധം കേരളത്തിൽ ഏതോ പ്രത്യേക പ്രതിരോധ ശക്തി ഉണ്ടെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. നിർഭാഗ്യവശാൽ അതൊരു മിഥ്യ മാത്രമായി ഇന്ന് മാറുന്ന കാഴ്ചയാണ്. മുൻകാല തിരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയത്തെ കേരളത്തിൽ ഒരു ഹിന്ദു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് RSSൻ്റെ ശ്രമങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുമുണ്ട്. ഹിന്ദുത്വത്തിൻ്റെ 3 ആഭ്യന്തര ശത്രുക്കളാണ് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ. ദുർഗമെന്ന് ഗോൾവാക്കർ വിശേഷിപ്പിച്ച കേരളത്തിലുണ്ടാവുന്ന വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ബാഹ്യ ശത്രുക്കളേക്കാൾ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് രാജ്യത്തിനകത്തെ ശത്രു ഘടകങ്ങൾ എന്നാണ് ഗോൾവാൾക്കർ 1966 വിചാരധാരയിൽ എഴുതി വച്ചത്. മരിക്കുന്നതുവരെ എല്ലാ വർഷവും അയാൾ കേരളം സന്ദർശിച്ചിരുന്നുവെന്നത് ഈ കോട്ട പിടിച്ചെടുക്കാൻ എത്രയധികം പ്രതിജ്ഞാബദ്ധതയോടെയായിരുന്നു ശ്രമിച്ചത് എന്നതിൻ്റെ തെളിവാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് മോദിയും ഇപ്പോൾ ചെയ്യുന്നത്. എന്നാൽ മോദിയുടെ BJPയുടെ RSSൻ്റെ കേരളത്തെ ലക്ഷ്യം വയ്ക്കുന്ന അജണ്ട വിലപ്പോകില്ല എന്നാണ് കോൺഗ്രസ് ശക്തിയുക്തം ഇവിടെ പ്രസ്താവിക്കുന്നത്. BJP മുന്നോട്ട് വയ്ക്കുന്ന വിഭജന രാഷ്ട്രീയവും വർഗീയ വിഷപ്രചരണവും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോകില്ലെന്നും വർഗീയ ശക്തികളെ പ്രതിരോധിക്കാനും മതേതരത്വം സംരക്ഷിക്കാനും UDF ഏതറ്റം വരെയും പോകുമെന്നും VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മതേതര കാഴ്ചപ്പാടിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കോൺഗ്രസ് എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വരാനും ഔദ്യോഗിക പരിപാടികളിൽ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. എന്നാൽ മഹാരഥന്മാർ ഇരുന്ന പ്രധാനമന്ത്രി കസേരയിൽ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത് ആപൽക്കരമാണ്. അത് ഇന്ത്യ എന്ന മഹനീയമായ ആശയത്തെയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും വികലമാക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് എടുത്തു പറഞ്ഞത്.
ഭരണത്തിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചും ഒന്നും പറയാനില്ലാത്തതിനാലാണ് അദ്ദേഹം വർഗീയതയെ കൂട്ടുപിടിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ കേരളത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ല. പകരം വർഗീയത മാത്രമാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ഇതിലൂടെ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഏക അജണ്ട വർഗീയതയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇത് മതേതര കേരളമാണെന്നും മോദിക്കും BJPക്കും ഉടൻ ബോധ്യമാകും. പല സംസ്ഥാനങ്ങളിലും പയറ്റ് വിജയിച്ച വിഭജന രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ സ്ഥാനമില്ല. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDFൻ്റെയും മുൻഗണനാ പട്ടികയിൽ ഒന്നാമത്തേത് മതേതരത്വം സംരക്ഷിക്കുക എന്നതാണ്. വർഗീയ ശക്തികളെ ഈ മണ്ണിൽ ഇല്ലായ്മ ചെയ്യാനും ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും UDF എന്ന് മുൻപന്തിയിലുണ്ടാകും. ഏതാനും വോട്ടുകൾക്ക് വേണ്ടിയോ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാനോ വർഗീയതയെ താലോലിക്കുന്ന നിറികെട്ട നയം കോൺഗ്രസിനോ UDFനോ ഇല്ലെന്നും VD സതീശൻ ശക്തമായി പറഞ്ഞു. മോദി ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ശൈശവഘട്ടത്തിൽ തന്നെ അത് പിഴുതെറിയുന്ന അവസ്ഥ സംജാതമാകും. അതിനുവേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധതയോടെ അംഗത്തിനിറങ്ങിക്കഴിഞ്ഞു. CPM ഏത് രീതിയിൽ അന്തർധാര ഉണ്ടാക്കിയാലും അതിനെയൊക്കെ നിഷ്കുരണം തകർത്ത് കളയാൻ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ആർജവമുണ്ട് എന്നത് BJPയും CPMഉം അറിയണം. കാരണം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൻ്റെ ശക്തി. അത് കാത്തുസൂക്ഷിക്കുന്ന കേരള ജനത കോൺഗ്രസിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പ്രതിഫലനം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോടെ ഇരു കൂട്ടരുടെയും പ്രതീക്ഷകൾ തകർന്നടിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.